ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു വാക്ക് നെക്സ്റ്റ്. ഇറ്റ്സ് മീ ഏഞ്ചൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഓണം എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ്, ഒരു മാച്ച് ദ ഫോളോയിങ് ആണല്ലേ തന്നിരിക്കുന്നത്. ഈ മാച്ച് ദ ഫോളോയിങ് തന്നിട്ട് നമുക്ക് ഒരു കോളത്തിൽ സയന്റിസ്റ്റുകൾ തന്നിട്ടുണ്ട്, അതുപോലെ അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പുറത്ത് തന്നിട്ടുണ്ട് അല്ലെ. അത് എവല്യൂഷൻ ഓഫ് ലൈഫിലാണ്. അപ്പം ആദ്യത്തെ സയന്റിസ്റ്റ് ആരാണ്? തോമസ് മാൽത്തസ്. തോമസ് മാൽത്തസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ ഒരു കോളത്തിൽ വരുന്ന ഏതാണ്? നമ്മുടെ ഓപ്ഷൻ പി എന്താ പറയുന്നത്? ഇൻഹെറിറ്റൻസ് ഓഫ് അക്യൂർഡ് ക്യാരക്ടേഴ്സ്. അതാണോ? അതല്ലെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഈസ് കോസിങ് നാച്ചുറൽ റിസോഴ്സസ് ടു ബിക്കം ലിമിറ്റഡ്. അതാണോ? അല്ലെങ്കിൽ ഓപ്ഷൻ ആർ ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഏതാണ് നമ്മുടെ ഓപ്ഷൻ ആർ അല്ലെ? ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ആണ് എന്ത് വരുന്നത്? നമ്മുടെ മാൽത്തസുമായിട്ട് കണക്ട് ആയിട്ട് വരുന്ന റിലേറ്റഡ് ആയിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പൊ അടുത്തത് ആരാണ്? നമ്മുടെ ചാൾസ് ഡാർവിൻ. ചാൾസ് ഡാർവിനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഈ ഓപ്ഷനിൽ ഏതാണ്? പി ആണോ, ക്യൂ ആണോ, ആർ ആണോ? നമ്മുടെ ഓപ്ഷൻ ക്യൂ ആണ് ആരുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്? നമ്മുടെ ചാൾസ് ഡാർവിനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് അല്ലെ. നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് ഈസ് കോസിങ് നാച്ചുറൽ റിസോഴ്സസ് ടു ലിമിറ്റഡ്. ഇതാണ് നമ്മുടെ ചാൾസ് ഡാർവിനുമായിട്ട് റിലേറ്റഡ് ചെയ്ത് വരുന്നത്. നമ്മുടെ ലാൻഡ്മാർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് നമ്മുടെ ആര് വരുന്നത്? നമ്മുടെ ഇൻഹെറിറ്റൻസ് ഓഫ് അക്യൂർഡ് ക്യാരക്ടേഴ്സ് അല്ലെ. ജീൻ ബൗത്തിസ് ലാൻഡ്മാർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് എന്ത്? നമ്മുടെ ഓപ്ഷൻ പി. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതാ മക്കളെ? നമ്മുടെ രണ്ടാമത്തതാണ് അല്ലെ. ഈ ഓപ്ഷൻസിൽ രണ്ടാമത്തതാണ് എന്തെന്ന് പറയുന്നത്? ഇതില് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അതായത് 1 തോമസ് മാൽത്തസ് എന്താണ്? ആറാണ്. 1 ആറാണ്. രണ്ടാമത്തെ ഏതാണ്? ക്യൂ ആണ്. മൂന്നാമത്തത് അതുപോലെ തന്നെ പി ആണ്. അപ്പൊ അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ റീസണും തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ സ്റ്റേറ്റ്മെന്റും റീസണും കറക്റ്റ് ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. സ്റ്റേറ്റ്മെന്റ് എന്താണ്? The roan coat seen in some cattle and horses is an example of codominance. അതായത് പ്രസ്താവന എന്താണ് പറയുന്നത്? ചില കന്നുകാലികളിലും അതുപോലെ തന്നെ കുതിരകളിലും കാണുന്ന റോൺ കോട്ട് കോഡോമിനൻസിന് ഒരു ഉദാഹരണമാണെന്നാണ് പറയുന്നത് അല്ലെ. ഒരു ഉദാഹരണമാണോ? ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? കറക്റ്റ് അല്ലേ? ഒരു ഉദാഹരണമാണ് എന്ത്? കോഡോമിനൻസിന് ഒരു എക്സാമ്പിൾ ആണ് എന്ത് പറയുന്നത്? റോൺ കോട്ട് സീൻ ഇൻ കാറ്റിൽസ് ആൻഡ് ഹോഴ്സസ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. അതുപോലെ അടുത്ത എന്താ റീസൺ എന്താ പറയുന്നത് അതിന്? ഇൻ കോഡോമിനൻസ് neither allies mask the expression of the other, both allies are expressed equally in heterozygous condition. അതായത് രണ്ടുപേരും അല്ലെ, രണ്ട് അലൈഡ്സും ഒരേപോലെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, ഈക്വലി എക്സ്പ്രസ് ആവുന്നുണ്ട്. അപ്പൊ ആ ഒരു ഈക്വലി എക്സ്പ്രസ് ആവുന്ന അതൊരു ഹെട്രോസൈഗസ് കണ്ടീഷൻ ആണെന്ന് പറയുന്നു. അപ്പൊ അതെന്താണ്? ആ റീസൺ എന്താണ്? കറക്റ്റ് ആണ്. അപ്പൊ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരാ? ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദ റീസൺ ആർ കറക്റ്റ് അല്ലെ. പ്രസ്താവനയും കാരണവും എന്താണ്? ഒരുപോലെ ശരിയായിട്ടുള്ളവയാണ്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ആണ് എന്ത് ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Which of the following represent the process of transcription? ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് പ്രോസസ് ആണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ റെപ്രസെന്റ് ചെയ്യുക? അപ്പൊ നമ്മൾ ഓടിച്ചാടി നിങ്ങൾ പോയിട്ട് mRNA to protein ഒന്നും എഴുതി വെക്കരുത്. അവർ പ്രത്യേകം എടുത്ത് പറയുന്നത് എന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ. അതായത് പ്രോട്ടീൻ സിന്തസിസിലെ 2 സ്റ്റെപ്പ് ഉണ്ട്, ട്രാൻസ്ക്രിപ്ഷനും അതുപോലെ തന്നെ ട്രാൻസ്ലേഷനും. അതിൽ ട്രാൻസ്ക്രിപ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്ന പ്രോസസ് അല്ലെങ്കിൽ പ്രക്രിയയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലെ. DNA to RNA ആണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ക്രിപ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇതിൽ തന്നിരിക്കുന്ന പ്രോസസ് അല്ലെങ്കിൽ പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ഈ ഫസ്റ്റ് വൺ ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. അപ്പൊ അടുത്തത് നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൈമേറ്റ്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. അതായത് ഇവിടെ നമ്മുടെ പ്രൈമേറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടില്ല കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ദ തമ്പ് ഈസ് ഒപ്പോസിബിൾ. അതായത് അവർ പറയുന്നു തള്ളവിരലിലെ വിപരീത ദിശയിലായിരിക്കില്ല. അതുപോലെ തന്നെ എന്ത് പറയുന്നു? ബൈനോക്കുലർ 3-dimensional വിഷൻ ആണ്. അതുപോലെ തന്നെ ദേ ലീവ് ഇൻ ഗ്രൂപ്പ്സ്. അതായത് അവരൊരു ഗ്രൂപ്പുകളായിട്ടാണ് ജീവിച്ചിരുന്നതെന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഈ 3 പ്രസ്താവനകളും ശരിയാണോ? 3ഉം ശരിയാണോ മക്കളെ? അല്ലല്ലേ. നമ്മുടെ ഈ പറയുന്ന ഫസ്റ്റ് വൺ എന്താണ്? റോങ് ആണ്. പക്ഷെ അവരെന്താണ്? ഗ്രൂപ്പ്സ് ആയിട്ടാണ് ജീവിച്ചിരുന്നത്. അതുപോലെ തന്നെ അവർക്ക് 3-dimensional
വിഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്? നമ്മുടെ Q and R ആണ് എന്ത് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് DNA ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഈ ഓപ്ഷൻ, ഈ സ്റ്റേറ്റ്മെന്റ് അല്ലെ, ഇവിടെ തന്നിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ്സിൽ നിന്നും DNA റിലേറ്റ് ചെയ്ത് കറക്റ്റ് അല്ലാത്തവയെ നമ്മളോട് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇസ് നോട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് DNA. അപ്പൊ ശ്രദ്ധിക്കുക, ശരിയായിട്ടുള്ളതല്ല തെറ്റായിട്ടുള്ളവയെ നമ്മളോട് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ താഴെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എന്താണ് അവർ പറയുന്നത്? DNA കൺസിസ്റ്റ് ഓഫ് 2 strands, അതായത് 2 ഇഴകൾ കാണപ്പെടുന്നു അല്ലെ. DNA-യിൽ 2 ഇഴകൾ കാണുന്നുണ്ട്. അതെന്താണ്? ശരിയാണ്. അടുത്ത എന്താ പറയുന്നത്? DNA-യിൽ അഡെനിൻ, തൈമിൻ, യുറാസിൽ ആൻഡ് ഗുവാനിൻ ആൻഡ് ദ നൈട്രോജൻ ബേസ് ഇസ് പ്രസന്റ് ഇൻ DNA. അതായത് അഡെനിൻ, തൈമിൻ, യുറാസിൽ, ഗുവാനിൻ എന്നിവയാണ് നൈട്രോജൻ ബേസുകൾ. ആണോ? അഡെനിൻ, തൈമിൻ, യുറാസിൽ ആണോ അവിടെ വരുന്നത്? അല്ല, യുറാസിൽ അവിടെ ആരാ വരുന്നത്? നമ്മുടെ സൈറ്റോസിൻ ആണല്ലേ വരുന്നത്. അപ്പോ ഇതെന്താണ്? സൈറ്റോസിൻ ആൻഡ് ഗുവാനിൻ ആണ്. അപ്പൊ ഈ സെക്കൻഡ് വൺ എന്താണ്? തെറ്റാണ്. അടുത്ത എന്താ പറഞ്ഞിരുന്നത്? DNA കണ്ടെയ്ൻസ് ഷുഗർ ഡിയോക്സി റൈബോസ് അല്ലെ. DNA എന്ത് ചെയ്യുന്നുണ്ട്? അവയില് നമ്മുടെ ഈ പറയുന്ന ഷുഗർ ഡിയോക്സി റൈബോസിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളവ? നമ്മുടെ ഫസ്റ്റ് വണ്ണും അതുപോലെ തന്നെ തേർഡ് വണ്ണും. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സം ഫിസിയോളജിക്കൽ ചേഞ്ചസ് ദാറ്റ് occur during emergency situations are given below. Analyze them and identify the changes that occur when the sympathetic nervous system is stimulated. അതായത് അടിയന്തര സാഹചര്യങ്ങളിൽ സംഭവിക്കുന്ന ചില ശാരീരിക മാറ്റങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. അവ വിശകലനം ചെയ്ത് സിമ്പാറ്റിക് വ്യവസ്ഥ ഉദ്യോഗിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? സിമ്പാറ്റിക് നെർവസ് സിസ്റ്റം എപ്പോഴാണ് പ്രവർത്തിക്കുക? അടിയന്തര അവസ്ഥ അതായത് എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് പേടി ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് അല്ലെ, നമ്മളെ പട്ടി ഓടിച്ചിട്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുക? നമ്മുടെ ഈ പറയുന്ന സിമ്പാറ്റിക് നെർവസ് സിസ്റ്റം പ്രവർത്തിക്കുക അല്ലെ. എക്സാമിനൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ്, പേപ്പർ കാണുന്ന ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടും അല്ലെ. അപ്പൊ ഇവർ പറയുന്നത് സ്ലോ ഡൗൺ പെരിസ്റ്റലൈസിസ് അല്ലെ. ഇത് കറക്റ്റ് ആണോ? അല്ലെ, കറക്റ്റ് ആണ്. അതെന്ത് ചെയ്യും? സ്ലോ ഡൗൺ ആകും. അതുപോലെ ഇൻക്രീസ് സലൈവ പ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത് അല്ലെ. നമ്മുടെ സലൈവ പ്രൊഡക്ഷൻ കൂടുക, അതായത് ഉമിനീരിന്റെ ഉത്പാദനം കൂടുകയോ കുറയോ? കുറയും. അപ്പൊ ഇതെന്താണ്? ഇത് തെറ്റാണ് അല്ലെ. സെക്കൻഡ് വൺ തെറ്റാണ്. അടുത്ത പറയുന്നത് ഡിക്രീസ് ഹാർട്ട് ബീറ്റ്. പേടി തോന്നുമ്പോൾ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കൂടുകയാണോ കുറയാണോ ചെയ്യുന്നേ? ആലോചിച്ച് കൂടും. അപ്പൊ ഇതെന്താണ്? മൂന്നാമത്തതും തെറ്റാണ്. അടുത്തത് പറയുന്നത് ഡിക്രീസ് സലൈവ പ്രൊഡക്ഷൻ അല്ലെ. ഡിക്രീസ് സലൈവ പ്രൊഡക്ഷൻ, ഉമിനീരിന്റെ ഉത്പാദനം എന്ത് ചെയ്യും? കുറയും. അപ്പൊ നാലാമത്തെ എന്താണ്? കറക്റ്റ് ആണ്. അപ്പൊ 4ഉം അതുപോലെ തന്നെ 1ഉമാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരിക? നമ്മുടെ ഡി ആണ് അല്ലെ. 1ഉം 4ഉം എന്താണ്? കറക്റ്റ് ആണ്. അതുപോലെ 2ഉം 3ഉം എന്താണ്? ഇൻകറക്റ്റ് ആണ്. അപ്പൊ മക്കളെ ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. അപ്പൊ ഇതുപോലത്തെ രീതിയിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ പാറ്റേൺസിലായിരിക്കാം നിങ്ങൾക്ക് കുറച്ച് ഇങ്ങനെയുള്ള പാറ്റേൺസിലായിരിക്കാം നിങ്ങൾക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്സ് മാത്രമല്ല, ഏത് ടോപ്പിക്സിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ഇതുപോലുള്ള പാറ്റേൺസ് ചോദിച്ചാലും ക്വസ്റ്റ്യൻസ് വായിച്ച് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു വെക്കാം. അപ്പൊ മക്കൾ അത്രേ ഉള്ളൂ. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.